ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗിബ്ലി എഫക്റ്റ് നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം. അതിനായി നിങ്ങൾ ഗൂഗിൾ സെർച്ച് ഓപ്ഷനിൽ grok.com കൊടുക്കുക. അപ്പോൾ ഗ്രോക്കിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് നമ്മൾ വരും. നമ്മൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിൾ വെച്ചിട്ട് നമുക്കൊരു യൂസർ നെയിമോ പാസ്വേഡും കൊടുത്ത് സൈനപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ഓൾറെഡി സൈൻഡ് മെമ്പർ ആണെങ്കിൽ നമ്മുടെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മുടെ ഒഫീഷ്യൽ പേജിലേക്ക് സൈൻ ഇൻ ചെയ്യുക. അവിടെ നേരെ താഴെ അറ്റാച്ച് ഇമേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട്. കൺവേർട്ട് ഇൻ ടു ഗിബ്ലി എന്നും പറഞ്ഞാണ് ഞാൻ ഹാഷ്ടാഗ് അല്ല കീവേഡ് കൊടുക്കുന്നത്. കൺവേർട്ട് ടു ഗിബ്ലി എന്നൊരു കീവേഡ് നമുക്ക് കൊടുക്കാം. 10 സെക്കൻഡിൽ താഴെ ടൈം എടുക്കത്തുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ കൊടുത്ത ഇമേജിൻ്റെ ഒരു ഗിബ്ലി വേർഷൻ നമുക്ക് അവർ ചെയ്തു തരും. എക്സാക്റ്റ് നമ്മൾ കൊടുത്ത പടത്തിനോട് എക്സാക്റ്റ് ആയിട്ടുള്ളത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ലക്കിന് കിട്ടാം, ചിലപ്പോൾ നമ്മളുടെ ഏകദേശം സിമിലാരിറ്റി ഉള്ള ഒരു ഗിബ്ലി ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ കൊടുത്ത ഇമേജുമായിട്ട് അത്യാവശ്യം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അവരെനിക്കൊരു അനിയും തന്നത്. പക്ഷേ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. നമുക്കത് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പിക്ചർ നമ്മൾ ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റും. സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി. വീണ്ടും അടുത്തൊരു പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാനപ്പോൾ വേറൊരു പിക്ചർ കൊടുത്ത് നോക്കുവാണ്. എന്നിട്ട് വീണ്ടും സെയിം തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. കീവേഡ് കൺവേർട്ട് ടു ഗിബ്ലി എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഗിബ്ലി എന്ന് പറഞ്ഞൊരു ഒരു കീവേഡ് വെച്ചിട്ടാണ് അവരിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തു. 10 സെക്കൻഡിൽ താഴെ അതിനും എടുക്കത്തുള്ളൂ ടൈം. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ ChatGPT നോക്കിയപ്പോൾ എനിക്ക് ഫ്രീ യൂസർ ആയതുകൊണ്ടാണോ എന്തോ എനിക്കതൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. ഇതും ഞാൻ കൊടുത്ത പിക്ചറുമായിട്ട് ഏകദേശം സിമിലാരിറ്റി ഒക്കെ ഉള്ള ഏതോ ഒരു അനിയും ക്യാരക്ടർ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതും ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കും. പിന്നെ ഞാൻ വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അപ്പോൾ ഇത് എളുപ്പമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഞാൻ വേറൊരു രീതിയിൽ, അതായത് എൻ്റെ ഒരു എൻ്റെ കുഞ്ഞിലത്തെ പടം ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഗിബ്ലിന്ന് മാത്രമേ കൊടുത്തുള്ളൂ, കൺവേർട്ടൊന്നും കൊടുത്തില്ല. ഗിബ്ലി കീവേഡ് കൊടുത്തു. അപ്പോൾ അതെനിക്ക് അവർ ഓട്ടോമാറ്റിക്കലി ഗിബ്ലി ആക്കി തരും. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയെന്ന് വെച്ചാൽ അറ്റ് എ ടൈം നമുക്ക് 3 പടം മാത്രമേ ഗിബ്ലി ആക്കി കിട്ടത്തുള്ളൂ. പിന്നീട് നമുക്കൊരു 3 hours ശേഷമേ വീണ്ടും ആ യൂസറിന്, അതായത് ഒരു മെയിൽ ഐ ഡി ഒരു യൂസറായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇനി എനിക്ക് കൂടുതൽ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. 3 4 മാക്സിമം 4ഒക്കെയാണ് എനിക്ക്. പക്ഷേ മിക്കപ്പോഴും 3 പറ്റുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എററായിട്ടാണ് വരുന്നത്. പിന്നെ 3 മണിക്കൂറിന് ശേഷം വീണ്ടും സെയിം അക്കൗണ്ടിൽ നിന്ന് കയറാം. ഇനി നിങ്ങൾക്ക് വേറെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കയറി ലോഗിൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിത് അത്യാവശ്യം നല്ല പോലെയൊക്കെ തോന്നി. അപ്പോൾ നിങ്ങൾ ഈ ഗ്രോക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രോക്കിൻ്റെ ആപ്പും ഉണ്ട്, ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മേക്ക് യുവർ ഓൺ ഗിബ്ലി.